ഇപ്പോൾ LDFന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ അവരുടെ റോഡ് ഷോയും വിവിധയിടങ്ങളിൽ സ്ഥാനാർത്ഥി തന്നെ നേരിട്ട് എത്തി വോട്ട് തേടുന്ന നിലയിലേക്കുമൊക്കെ LDF ക്യാമ്പിലും കാര്യങ്ങൾ പോയിരിക്കുന്നു. വിപിൻ സി വിജയൻ ഒരിക്കൽ കൂടി നമുക്കൊപ്പം തുടരുന്നുണ്ട്. വിപിൻ, എന്തൊക്കെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ വിഷയങ്ങൾ എന്നുള്ളത് സംബന്ധിച്ച് നേതാക്കളുടെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാണ്. ഈ UDF ക്യാമ്പ് ഇപ്പോൾ LDF സ്ഥാനാർത്ഥിക്കെതിരെ ഉയർത്തുന്ന ഒരു വിമർശനം അത് മണ്ഡലത്തിലെ ജനകീയമായ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ആളല്ല ഇപ്പോഴുള്ള LDFന്റെ സ്ഥാനാർത്ഥി എന്നുള്ളതാണ്. അതേസമയം തന്നെ LDF ക്യാമ്പ് അതിന് മറുപടി എന്നുള്ള നിലയിൽ വളരെ വിശാലമായ പ്രചാരണ വിഷയങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അത് സർക്കാരിൻ്റെ വികസന പദ്ധതികളായിക്കോട്ടെ, നവകേരളം എന്നുള്ള സർക്കാരിൻ്റെ മുദ്രാവാക്യമായിക്കോട്ടെ, ഇതൊക്കെ ജനങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിച്ച് അതിശക്തമായ പ്രചാരണ വിഷയമാക്കി, പ്രചാരണായുധമാക്കി ഉയർത്തി ആ രാഷ്ട്രീയ പോരാട്ടത്തിൽ കളം പിടിക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസമാണോ LDF ക്യാമ്പ് വെച്ച് പുലർത്തുന്നത്? വിപിൻ സി വിജയൻ. തീർച്ചയായും സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ തന്നെയാണ് പ്രധാനമായും പറയുന്നത്. ഇത് സർക്കാരിന്റെ ഒരു വിലയിരുത്തലാവും. ഈ 9 വർഷത്തെ ഭരണ നേട്ടങ്ങൾ തന്നെയായിരിക്കും പറയുക. അത് തന്നെ വിലയിരുത്താനാകുമെന്നുള്ളത് ഇതിനു മുൻപ് ഇവിടെ എത്തിയിട്ടുള്ള മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞതാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായ സാഹചര്യത്തിൽ തന്നെ മന്ത്രിമാരുടെ ഒരു പട നിലമ്പൂരിലേക്ക് പല തവണയായി എത്തിയിരുന്നു. പലതരത്തിലുള്ള ഉദ്ഘാടനങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഇവിടുത്തെ ഈ നിലമ്പൂരിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ബൈപ്പാസുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളായിരുന്നു. ആ ബൈപ്പാസുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ ഒരു ധനാനുമതി സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നൽകുന്ന നടപടി ഉണ്ടായി. അതോടുകൂടിയാണ് ബൈപ്പാസ് സമിതി ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുമെന്നുള്ളതിൽ നിന്ന് പിന്നോട്ട് പോവുകയും ചെയ്തിരിക്കുന്നത്. അങ്ങനെ സർക്കാരിന് എല്ലാ വിധത്തിലുള്ള ഒരു അനുകൂല സാഹചര്യമുണ്ട് എന്നുള്ളത് CPM കരുതുന്നു. ഒപ്പം തന്നെ PV അൻവർ മത്സരിച്ചാലും ഇല്ലെങ്കിലും PV അൻവറിനോട് അനുകൂലമായി കുറച്ചുപേരെങ്കിലും നിൽക്കാനുള്ളൊരു സാധ്യത CPM മുന്നിൽ കാണുന്നുണ്ട്. കാരണം DYFIയിലായാലും 9 വർഷത്തോളം MLA ആയിരുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ CPMന് PV അൻവറിനോട് ചെറിയ തോതിലെങ്കിലും ഒരു അനുഭാവം പുലർത്തുന്ന ഒരു വിഭാഗം ഉണ്ടെങ്കിൽ അതുകൂടി CPMന്റെ ഒപ്പം നിർത്തുക, പാർട്ടിയെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് M സ്വരാജിലെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അതിന് ഏറെക്കുറെ സാധിക്കുമെന്നുള്ള വിലയിരുത്തൽ കൂടിയാണ് പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളായിട്ടുള്ള, ഒപ്പം തന്നെ ഇവിടുത്തെ സംസ്ഥാന നേതാവ് കൂടിയായിട്ടുള്ള ഒരാൾ എത്തുന്നതോടുകൂടി, സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഒരാൾ കൂടി എത്തുന്നതോടുകൂടി സജീവമാകും എന്നുള്ള കാര്യം സംശയമില്ല. ഒപ്പം തന്നെ പാർട്ടി വോട്ടുകൾ ഒറ്റക്കെട്ടായി നിൽക്കുകയും ചെയ്യും. അതുതന്നെയാണ് ഈ സ്ഥാനാർത്ഥി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ആദ്യ ദിവസം തന്നെ ഈ ഒരു പ്രവർത്തകരിലുള്ള ഉണർവ് സജീവമായി തന്നെ നമുക്ക് കാണാനും സാധിക്കുന്നുണ്ട്. റിജിത്ത്. ശരി, വിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം LDF സ്ഥാനാർത്ഥിയുടെ റോഡ് ഷോ പുരോഗമിക്കുകയാണ്. M സ്വരാജിനെ LDF സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിന് പിന്നാലെ LDF ക്യാമ്പിൽ വലിയ ആവേശമുണ്ടാകുന്നു. വലിയ പ്രവർത്തക പങ്കാളിത്തത്തോടു കൂടി തന്നെ LDF സ്ഥാനാർത്ഥിയുടെ റോഡ് ഷോ അവിടെ പുരോഗമിക്കുകയാണ്. പൂർണ്ണാർത്ഥത്തിൽ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് അതിൻ്റെ പ്രചാരണാവേശത്തിലേക്ക് കടന്നിരിക്കുന്നു എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. കാരണം ഇരു സ്ഥാനാർത്ഥികളും മണ്ഡലത്തിൽ കളം നിറഞ്ഞുകൊണ്ടുള്ള പ്രചാരണ പ്രവർത്തനങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ്. മറ്റന്നാളാണ് LDF സ്ഥാനാർത്ഥി പത്രിക സമർപ്പിക്കാൻ പോകുന്നത്. അതിശക്തമായ പൊളിറ്റിക്കൽ പോരാട്ടമായിരിക്കും ഈ മണ്ഡലത്തിൽ നടക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം ഇരു ക്യാമ്പുകളിൽ നിന്നുമുള്ള മുതിർന്ന നേതാക്കൾ വ്യക്തമാക്കി കഴിഞ്ഞു. ഷഹദ് റഹ്മാൻ വിവരങ്ങളുമായി തുടരുന്നുണ്ട്. ഷഹദ്, ഈ ആ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളമുള്ള ചില പ്രാദേശികമായ വിഷയങ്ങളുണ്ട്. അവിടെ വന്യമൃഗശല്യം അടക്കമുള്ള കാര്യങ്ങളുണ്ട്. അതൊക്കെ ഉയർത്തുന്നുണ്ടെങ്കിൽ പോലും ഇതൊരു പൊളിറ്റിക്കൽ പോരാട്ടം എന്നുള്ള നിലയിൽ വിലയിരുത്തപ്പെടാനാണ് UDF ക്യാമ്പും ആഗ്രഹിക്കുന്നതെന്ന് നേതാക്കൾ പ്രതികരിക്കുന്നുണ്ടായിരുന്നു. ഇത് പിണറായി സർക്കാരിൻ്റെ ഒരു കുറ്റവിചാരണയുടെ തെളിവെടുപ്പായി മാറാൻ പോകുന്നു എന്നുള്ളതായിരുന്നു VD സതീശൻ്റെ ഒക്കെ പ്രതികരണം. അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റിന് തന്നെയാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് UDF ക്യാമ്പിൻ്റെ നിലപാട്. അതിനിടയിൽ ഈ പ്രചാരണ രംഗത്ത് ഈ വിഷയങ്ങളൊക്കെ ഉയർത്തി എത്രത്തോളം മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട് എന്നാണ് UDF ക്യാമ്പിൻ്റെ ഈ ഘട്ടത്തിലെ പ്രതീക്ഷ. ഷഹദ് റഹ്മാൻ. റിജിത്ത്, വലിയ രീതിയിലുള്ള ആവേശമാണ് നിലമ്പൂരിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം ലേറ്റാ വന്നായാലും ലേറ്റസ്റ്റാ വരുവേ എന്ന് പറയുന്ന പോലെയാണ്. കാരണം കുറച്ച് ലേറ്റ് ആയിട്ടാണ് LDF സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതെങ്കിൽ പോലും നിലവിൽ ഇപ്പോൾ അതിവേഗം ബഹുദൂരം എന്ന നിലയിലാണ് ഇപ്പോൾ LDFന്റെ
സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് തൊട്ടു പുറമെ മണ്ഡലത്തിലുള്ള LDFന്റെ പ്രകടനം എന്ന് വേണം നമുക്ക് എടുത്തു പറയാൻ. കാരണം എം സ്വരാജ്, അതായത് സംസ്ഥാനത്തെ ഏറ്റവും ശ്രദ്ധാകേന്ദ്രമായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ തന്നെ കളത്തിലിറക്കിയാണ് LDF ഈ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ നേരിടാൻ പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെ LDFനെ സംബന്ധിച്ച അത്രയധികം പ്രാധാന്യം ഈ തെരഞ്ഞെടുപ്പിന് നൽകുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു ശക്തി പ്രകടനത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ന് രാവിലെ വെറുമൊരു സ്വീകരണം മാത്രമായിരുന്നു പാർട്ടി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് ആദ്യഘട്ടത്തിൽ. എന്നാൽ പിന്നീട് രാവിലെ തന്നെ അത് റോഡ് ഷോ ആയി മാറുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. ഇപ്പോഴും സമാനമായ രീതിയിൽ, അതായത് ഉച്ചയ്ക്ക് 2 മണിക്ക് ആരംഭിക്കുമെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നീട് അത് 3 മണിയിലേക്ക് മാറി. പക്ഷേ ഇപ്പോഴും നിലമ്പൂർ നഗരത്തെ ഒന്നാകെ ഇളക്കി മറിച്ചുകൊണ്ടാണ് LDFന്റെ ഈ ജാഥ അല്ലെങ്കിൽ LDFന്റെ റോഡ് ഷോ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. വഴിയരികിലൊക്കെ തന്നെ വലിയ രീതിയിൽ ഇത്തരത്തിൽ ഈ പ്രവർത്തകർ അഭിസംബോധന ചെയ്യാനും അതുപോലെ തന്നെ ആളുകൾ സ്വീകരിക്കാനും ഒക്കെ തന്നെയായിട്ട് എത്തുന്നുണ്ട് എന്നുള്ളതും. നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് രംഗം പൂർണ്ണാർത്ഥത്തിൽ ഉണർന്നിരിക്കുന്നു. അത് ആ മണ്ഡലം പൂർണ്ണമായി പ്രചാരണ ചൂടിലേക്ക് വഴിമാറിയിരിക്കുകയാണ്. സ്ഥാനാർത്ഥികളുടെ റോഡ് ഷോ, പ്രചാരണ പ്രവർത്തനങ്ങളൊക്കെ അതിന്റെ ഏറ്റവും പീക്കിലേക്ക് എത്തി നിൽക്കുകയാണ്. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കെ ഈ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് ഒരു സെമി ഫൈനലാണ് എന്നുള്ള കാര്യം ഉറപ്പിച്ചു പറയാവുന്ന തരത്തിൽ അതിശക്തമായ രാഷ്ട്രീയ വിഷയങ്ങൾ അടക്കം ഉയർത്തിക്കൊണ്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഫൈറ്റിന് അവിടെ കളമൊരുങ്ങിയതിനു ശേഷം മുന്നണികൾ തികഞ്ഞ ആത്മവിശ്വാസം, പ്രതീക്ഷ വെച്ചു പുലർത്തുന്നുണ്ട്.